The spanning tree. A spanning tree, spanning subgraph of a graph which is also a tree is called spanning tree of a graph. എന്താണ് ഒരു സബ്ഗ്രാഫ് ആണ്. ആ സബ്ഗ്രാഫ് എന്ത് സ്പാനിങ് സബ്ഗ്രാഫ് ആണ്. ഒരു ഗ്രാഫ് ഉണ്ട്, അതിന്റെ ഒരു സ്പാനിങ് സബ്ഗ്രാഫ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതെന്ത് ചെയ്യാം, അതൊരു ട്രീയും കൂടെ ആണെങ്കിൽ, അതിൽ ലൂപ്പ് സൈക്കിളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സ്പാനിങ് ട്രീ ഓഫ് എ ഗ്രാഫ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ജി എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ട്, ഇതാണ് ജി എന്ന് പറയുന്ന ഗ്രാഫ്. അതിന്റെ രണ്ട് സ്പാനിങ് സബ് ഗ്രാഫുകളാണ് T1ഉം T2. അപ്പൊ എന്താണ്, ജിയിലുള്ള എല്ലാ വെർട്ടിസസുകളും ഇതിലുണ്ട്, എന്താണ് കണക്റ്റഡും ആണ്, സ്പാനിങ്ങും ആണ്. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ രണ്ട് സ്പാനിങ് സബ് ഗ്രാഫുകളാണ് T1 T2. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള രണ്ട് റിമാർക്കുകളാണ്. എ ലൂപ്പ് കനോട്ട് ബി എ എഡ്ജ് ഓഫ് എനി സ്പാനിങ് ട്രീ. ഒരു സ്പാനിങ് ട്രീന്റെ എഡ്ജ് ആയിട്ട് എന്ത് വരില്ല, ഒരു ലൂപ്പ് ഉണ്ടാവില്ല. കാരണം എന്താ, ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അതെന്താവില്ല, അതൊരു ട്രീ തന്നെ ആവില്ല. കാരണം എന്താ, അത് ഒരു മൾട്ടിപ്പിൾ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു സൈക്കിൾ ആണല്ലോ. ലൂപ്പ് എന്ന് പറയുന്നത് സൈക്കിൾ ഓഫ് ലെങ്ത് 1 ആണ്. അപ്പൊ ഒരു ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്താണ്, ലൂപ്പ് വന്നു കഴിഞ്ഞാൽ എന്താവില്ല, അത് ട്രീ ആവില്ല. അപ്പൊ ലൂപ്പ് ഇല്ലാത്ത സാധനങ്ങളെ, ലൂപ്പ് എന്ന് പറയുന്ന ലെങ്ത് ഓഫ് 1 ആയതുകൊണ്ട് ലൂപ്പ് കണ്ടെയ്ൻ ചെയ്യില്ല. അതുപോലെ തന്നെ എന്താണ്, കട്ട് എഡ്ജ് ഓഫ് ജി മസ്റ്റ് ബി ആൻ എഡ്ജ് ഓഫ് എവരി സ്പാനിങ് ട്രീ ഓഫ് ജി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കട്ട് എഡ്ജ് ഉണ്ടെന്ന് നോക്കുക. കട്ട് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അതായത് ഇപ്പൊ ഇവിടെ E11 എന്ന് പറയുന്നത് കട്ട് എഡ്ജ് ആണ്. കാരണം ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്താവും, ഡിസ്കണക്റ്റഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കട്ട് എഡ്ജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലാ എന്താണ് സ്പാനിങ് ട്രീസിലും ഈ ഒരു കട്ട് എഡ്ജ് നിർബന്ധമായിട്ടും ഉണ്ടാവും. കാരണം അതില്ലെങ്കിൽ എന്താണ്, അത് ഗ്രാഫ് കണക്റ്റഡ് ആവില്ല. അപ്പൊ ഈ ഒരു കട്ട് എഡ്ജ് ഒരു ഗ്രാഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഗ്രാഫിന്റെ ഏത് സ്പാനിങ് ട്രീ എടുത്തു കഴിഞ്ഞാലും അതിൽ ആ കട്ട് എഡ്ജ് ഉണ്ടാവും. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയർ ആണ്, എവരി കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ. ഏത് കണക്റ്റഡ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അത് എന്ത് കണ്ടെയ്ൻ ചെയ്യും, ഒരു സ്പാനിങ് ട്രീ കണ്ടെയ്ൻ ചെയ്യും. അങ്ങനെ പ്രൂവ് ചെയ്യാം, ജി ഒരു കണക്റ്റഡ് ഗ്രാഫ് എന്ന് അസ്യൂം ചെയ്യാം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ എല്ലാ സ്പാനിങ് സബ് ഗ്രാഫുകളുടെയും കളക്ഷൻ എടുക്കുക. സി എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കളക്ഷൻ. ആ കളക്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ജി എന്ന് പറയുന്ന കണക്റ്റഡ് ഗ്രാഫിന്റെ എല്ലാ സ്പാനിങ് സബ് ഗ്രാഫുകളും എവിടെയുണ്ട്, സി എന്ന് പറയുന്ന ഗ്രാഫിലുണ്ട്, കളക്ഷനിലുണ്ട്. അപ്പൊ സി എന്താണ്, എന്തായാലും എം ടി ആവില്ല. കാരണം എന്താ, ജി കണക്റ്റഡ് ആണ്. അപ്പൊ ജി എന്താണ്, ജിന്റെ തന്നെ ഒരു സ്പാനിങ് ഗ്രാഫ് ആയതുകൊണ്ട് എന്താണ്, ജി എന്തായാലും ഈ സി എന്ന് പറയുന്ന കളക്ഷനിൽ ഉണ്ടാവും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എവരി കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്ൻസ് എ സ്പാനിങ് ട്രീ. അപ്പൊ ഈ സി എന്ന് പറയുന്നതിൽ ഒരു സ്പാനിങ് ട്രീ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ടി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് എടുക്കുക. സി എന്ന് പറയുന്നതിൽ ടി എന്ന്, എങ്ങനെയാണ് ആ ഗ്രാഫ് ചൂസ് ചെയ്യേണ്ടത്, ഹാവ് ദി ലീസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസ്. ഈ സീന്റെ പ്രത്യേകത എന്താ, ഈ കളക്ഷന്റെ പ്രത്യേകത എന്താ, ഈ കളക്ഷനിലുള്ള എല്ലാ ഗ്രാഫുകളും എന്താണ്, സ്പാനിങ് സബ് ഗ്രാഫുകളാണ് ജീന്റെ. അപ്പൊ അതിലുള്ള ഏറ്റവും കുറഞ്ഞ എഡ്ജുള്ള ഒരു ഗ്രാഫ് അതാണ് എന്ത്, ടി, ഈ കളക്ഷനിലുള്ള. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമ്മുടെ ക്ലെയിം എന്താണ്, ടി എന്താണ്, എന്തായാലും നിർബന്ധമായിട്ടും ഒരു സ്പാനിങ് ട്രീ ആവും ജിയുടെ. കാരണം എന്താ, ഈ ടി സ്പാനിങ് ട്രീ ആയിട്ടില്ല എന്ന് നോക്കുക, ടിയിൽ എന്തുണ്ടാവും, ഒരു സൈക്കിൾ ഉണ്ടാവും അല്ലെ. സൈക്കിൾ ഉണ്ടെങ്കിൽ എന്താണ്, ആ ഒരു സൈക്കിളിൽ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ടി എന്താണ്, കണക്റ്റഡ് തന്നെ ആവും. അപ്പൊ എന്താണ്, ആ ഒരു ടീന്റെ എഡ്ജ് എന്താവും, ഓൾറെഡി ഉള്ള ടീന്റെ എഡ്ജിനെക്കാളും ഒന്ന് കുറവായിട്ടുള്ള എഡ്ജ് ഉള്ള ഒരു സ്പാനിങ് സബ് ഗ്രാഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ടീയിൽ എന്തുണ്ടെങ്കിൽ, സൈക്കിൾ ഉണ്ടെങ്കിൽ. അപ്പൊ അത് എന്തിന് കോൺട്രാഡിക്ഷൻ ആണ്, നമ്മൾ എടുത്തേക്കുന്നത് ഏറ്റവും എഡ്ജ് കുറവുള്ള എണ്ണം എടുത്തത് എന്നുള്ളതിന് ഒരു കോൺട്രാഡിക്ഷൻ ആയിട്ട് മാറും. കാരണം എന്താ, ഈ ഒരു കളക്ഷനിലുള്ള ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഉള്ള ഗ്രാഫ് ആയിട്ടാണ് ടി എടുത്തത്. അപ്പൊ ടിയിൽ എന്തായാലും എന്തുണ്ടാവില്ല, സൈക്കിൾ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ സൈക്കിളിലെ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും, അതിന്റെ ഒരു സബ് ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫ് കണക്റ്റഡ് ആവും, അത് ഇതിൽ ഉണ്ടാവും ചെയ്യും. അതിലെ നമ്പർ ഓഫ് എഡ്ജ് നമ്മൾ എടുത്ത ടീനെക്കാട്ടിലും ഒന്ന് കുറവായിരിക്കും. പക്ഷെ നമ്മൾ എന്താ എടുത്തത്, ടി ആണ് ഏറ്റവും കുറവുള്ളതെന്ന് അടുത്തത്. അപ്പൊ അതിനെന്താണ്, ഒരു കോൺട്രാഡിക്ഷൻ ആണ്. അതുകൊണ്ട് എന്താണ്, ടി എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു സ്പാനിങ് സബ് ഗ്രാഫിലെ ഏറ്റവും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഉള്ള ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സൈക്കിളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ്, അതൊരു സ്പാനിങ് ട്രീ ആണ്. ഇനി ഇതുപോലെ തന്നെ വേറൊരു തിയറി ആണ്, ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ട്രീ വിത്ത് n വെർട്ടിസസ് ഈസ് n-1. എന്താണ്, നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ട്രീ വിത്ത് n വെർട്ടിസസ് ഈസ് n-1. ഒരു ട്രീ ഉണ്ട്, അതിൽ n വെർട്ടിസസ് ഉള്ള ഒരു ട്രീ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര എഡ്ജ് ഉണ്ടാവും എന്ന് പറയുന്നത്, n-1 എഡ്ജ് ഉണ്ടാവും. എങ്ങനെ പ്രൂവ് ചെയ്യാം, ഒരു ടി എന്ന് പറയുന്നത് ഒരു ട്രീ ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. n=1, അതായത് ഒരൊറ്റ വെർട്ടെക്സ് മാത്രമുള്ള ഒരു ട്രീ കൺസിഡർ ചെയ്യാം. അതിലെന്തുണ്ടാവില്ല, എഡ്ജ് ഉണ്ടാവില്ല. അപ്പൊ അത്
വളരെ ട്രിവിയൽ ആണ്. അതുപോലെ n ഈക്വൽ ടു 2 ആണെങ്കിൽ രണ്ട് വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് അതിൽ എന്തുണ്ടാവുള്ളൂ, മാക്സിമം നമുക്ക് ഒരു ട്രീ ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒറ്റ എഡ്ജേ വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 2 ആണെങ്കിൽ അതിൽ ഒരു എഡ്ജേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ രണ്ട് കേസിലും എന്താണ് റിസൾട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അപ്പൊ ഇനി നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിട്ടുള്ള കാര്യം നോക്കുക. അത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്, ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവുന്ന രീതിയിൽ, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആവുന്ന രീതിയിൽ ഈ n-നെക്കാട്ടിലും കുറവ്, അതായത് ടോട്ടൽ n വെർട്ടീസസ് ഉള്ള ഇതിന്റെ റിസൾട്ട് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ n-1 വെർട്ടീസസ് വരെയുള്ള എല്ലാ ഗ്രാഫുകൾക്കും ഈ ഒരു റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അതായത് നമ്മുടെ അസംഷൻ എന്താ, n ഈക്വൽ ടു 1 ആവുമ്പോൾ n ഈക്വൽ ടു 2 ആവുമ്പോൾ നമ്മുടെ റിസൾട്ട് ട്രൂ ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്തത് എന്താ, n-1 വരെയുള്ള എല്ലാ ഗ്രാഫുകൾക്കും, n-1 വെർട്ടീസസുകളുള്ള എല്ലാ ഗ്രാഫുകൾക്കും എന്ത് ട്രൂ ആണ്, ഈ ഒരു റിസൾട്ട് ട്രൂ ആണ്. അതായത് എന്താണ്, n-1 വരെയുള്ള എല്ലാ ഗ്രാഫുകളുടെയും എഡ്ജ്, എത്ര എഡ്ജ് ഉണ്ടാവും അതിൽ, n-1 -1 ആയിട്ടുള്ള, അതായത് n-2 എഡ്ജസ് ആണ് അതിലുണ്ടാവുക എന്നുള്ളത് നമ്മുടെ അസംഷൻ ആയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം, n വെർട്ടീസസിന് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം, ലെറ്റ് t ബി എ ട്രീ. ടി എന്ന് പറയുന്ന ഒരു ട്രീ ആണ് വിത്ത് n വെർട്ടീസസ്, n വെർട്ടീസസ് ഉള്ള ഒരു ട്രീ ആണെന്ന് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, യു വി ഇ ഈക്വൽ ടു യു വി ബി ആൻ എഡ്ജ് ഓഫ് ടി. ടിയുടെ ഒരു എഡ്ജ് ആണ് എന്ത്, ഇ എന്ന് പറയുന്നത്. യു വി എന്ന് പറയുന്ന രണ്ട് വെർട്ടീസസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു എഡ്ജ് ആണ് ഇ. ദ പാത്ത് യു വി ഈസ് ദ യുണീക് പാത്ത് ഇൻ ടി ജോയിനിങ് യു ആൻഡ് വി. അതായത് എന്താണ്, യുവും വിയും ഒരു എഡ്ജ് ആണ്. അപ്പോൾ ഈ യുന്നും വിക്കുള്ള ഒരു സിംഗിൾ എഡ്ജ് ആണ് ഇ എന്ന് പറയുന്നത്, യു വി എന്ന് പറയുന്ന രണ്ട് വെർട്ടീസസ്. അപ്പൊ ഇവിടെ നിങ്ങട്ട് എന്തേ ഉള്ളൂ, ഒരു സിംഗിൾ പാത്തേ ഉണ്ടാവും, യുണീക് പാത്തേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ടി എന്ന് പറയുന്നത് ഒരു ട്രീ ആയതുകൊണ്ട്. Hence the deletion of E from T results in a disconnected graph having two components T1 and T2. അപ്പൊ ഈ ഒരു എഡ്ജ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്താവും, ടി എന്ന് പറയുന്ന ഗ്രാഫിന് നമുക്ക് രണ്ട് ഡിഫറെന്റ് കോമ്പണൻസ് കിട്ടും. T1 എന്ന് പറയുന്ന ഒരു കോമ്പണന്റും കിട്ടും, T2 എന്ന് പറയുന്ന കോമ്പണന്റും കിട്ടും. ഈ T1-നും T2-നും പ്രത്യേകത എന്താ, ഈ T1-ഉം T2 എന്താവും, ഒരു ട്രീയുടെ സബ് ഗ്രാഫുകളാണ്. അപ്പൊ അതും എന്താവും, ട്രീ ആണ്. കാരണം എന്താ, ഈ ഒറ്റ എഡ്ജ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ T1 and T2 themselves trees. അപ്പൊ n of T1, അതായത് എന്താണ്, നമ്പർ ഓഫ് T1 ആൻഡ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ T2 ആർ ലെസ് ദാൻ n of T. കാരണം എന്താ, ടിയിലെ അല്ലെ, ടി എന്ന് പറയുന്ന ഗ്രാഫിൽ n വെർട്ടീസസുകൾ ഉണ്ട്. ഈ ടി എന്ന് പറഞ്ഞ ഗ്രാഫിനെ നമ്മൾ രണ്ട് കോമ്പണൻസ്, ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ട് സബ് കോമ്പണന്റുകളായിട്ട് എടുത്തു. ഈ രണ്ടിന്റെയും കൂടെ വെർട്ടീസസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, n വെർട്ടീസസ് കിട്ടുക. അപ്പൊ എന്തായാലും എന്താണ്, ഈ T1-ന്റെ നമ്പർ ഓഫ് വെർട്ടീസസും T2-ന്റെ നമ്പർ ഓഫ് വെർട്ടീസസും ടിയുടെ നമ്പർ ഓഫ് വെർട്ടീസസിനെക്കാട്ടിലും കുറവായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം, ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഗ്രാഫിലെ ഒരു എഡ്ജ്, നമ്മൾ ഇവിടെ അങ്ങനത്തെ എഡ്ജ് ഇല്ല, സപ്പോസ് ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ ഒരു എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്തു, ഈ ഒരു എഡ്ജ് നമ്മൾ ഡിലീറ്റ് ചെയ്തു എന്ന് വെക്കുക. അപ്പൊ എന്താണ്, ഈ ഒരു ഗ്രാഫിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ആവും അല്ലെ. ഇവിടെ 3 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ടാവും, 4 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ടോട്ടൽ വെർട്ടീസസുകൾ എത്രയാണ്, 7 വെർട്ടീസസുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഈ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടും. അപ്പൊ 7-നെക്കാട്ടിലും എന്തായാലും കുറവാവും ഈ ഒരു T1 എന്ന് പറയുന്ന ഈ ഒരു പോർഷന്റെ നമ്പർ ഓഫ് വെർട്ടീസസും ഈ ഒരു പോർഷന്റെ നമ്പർ ഓഫ് വെർട്ടീസസും. അപ്പൊ എന്താണ്, n of T1 and n of T2 ലെസ് ദാൻ n of T. അങ്ങനെയാണ് ഈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്താ വെച്ചാൽ, ഈ n of T1, അതായത് T1 എന്ന് പറയുന്ന ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് m കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. വെർട്ടീസസിനെ n കൊണ്ടും എഡ്ജിനെ m കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യാറ്, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ m of T1 എന്താണ്, അത് ഈ T1 എന്ന് പറയുന്ന ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് T എന്ന് പറയുന്ന ഗ്രാഫിനെക്കാട്ടിലും കുറവായതുകൊണ്ട് നമ്മൾ എന്താണ്, നമ്മുടെ അസംഷൻ എന്താണ്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ വെച്ചിട്ട് നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്, we now assume that the result is true for all trees on n-1 അല്ലെ, or fewer vertices. n-1 അതിൽ കുറവോ വെർട്ടീസസ് ഉള്ള എല്ലാ ട്രീസിനും എന്ത് എഡ്ജസ് ഉണ്ട്, ഈ ഒരു റിസൾട്ട് എന്താണ്, ട്രൂ ആണ്. എന്താണ് റിസൾട്ട്, നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്, n വെർട്ടീസസ് ഉള്ളതിന് n-1 എഡ്ജ് ഉണ്ടാവും എന്നുള്ള റിസൾട്ട് ട്രൂ ആണ്. അപ്പൊ ഇവിടെ എന്താണ്, m of T1 എന്ത് വരും, ഈ T1 എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടീസസ് -1 ആണ്. അത്ര എഡ്ജുകൾ എവിടെ ഉണ്ടാവും, T1-ന് ഉണ്ടാവും. T2-ന് എത്ര എഡ്ജ് ഉണ്ടാവും, n of T2 -1.
ഇതാണ് T1ന്റെയും T2ന്റെയും നമ്പർ ഓഫ് എഡ്ജസ് വരിക. അപ്പൊ ടോട്ടൽ എന്ത് വരും? എം ഓഫ് ടി അല്ലെ? എന്ന് പറഞ്ഞാൽ ഈ T1 T2 എന്താണ്? എല്ലാം ട്രീകളാണ്. ഒരു ടി എന്ന് പറയുന്ന ട്രീയുടെ രണ്ട് സബ് ട്രീസ് ആണ്. ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ സബ് ട്രീകളാണ് T1ഉം T2. അപ്പൊ ഈ ടോട്ടൽ ടി എന്ന് പറയുന്ന ട്രീയുടെ എഡ്ജുകൾ എങ്ങനെ കിട്ടും? T1ന്റെ എഡ്ജ് പ്ലസ് T2ന്റെ എഡ്ജ് പ്ലസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഒരു എഡ്ജ്. ഇതാണ് എന്ത് വരിക? ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജ് വരിക. അപ്പൊ ഇനി T1ന്റെ എത്ര എഡ്ജുകളാണ് ഉള്ളത്? നമ്മുടെ റിസൾട്ട്സ് അനുസരിച്ച് n of T1 minus 1 എഡ്ജുകൾ ഉണ്ടാവും. T2ൽ എത്ര എഡ്ജുകളാണ് ഉണ്ടാവുക? n of T2 minus 1 ഉണ്ടാവും. പിന്നെ ഈ 1ഉം കൂടെ. അപ്പൊ ടോട്ടൽ എന്ത് വരും? n of T1 plus n of T2 minus 1 എന്ന് വരും. അപ്പൊ n of T1 എന്ന് പറഞ്ഞാൽ എന്താ? T1ന്റെ ടോട്ടൽ വെർട്ടിസസുകൾ. T2 എന്ന് പറഞ്ഞാൽ എന്താ? T2ന്റെ ടോട്ടൽ വെർട്ടിസസുകൾ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ടോട്ടൽ ഗ്രാഫിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ്, അതായത് n of T minus 1 എന്ന് വരും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്.